ഇന്ന് അധ്യാപക ദിനം. നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും അധ്യാപകർ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചിട്ടുണ്ടാകുക. അധ്യാപകരുടെ സേവനവും ത്യാഗത്തെയും ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ അധ്യാപക ദിനവും. ആഗോളതലത്തിൽ ഒക്ടോബർ 5-നാണ് അധ്യാപക ദിനം ആചരിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ സെപ്റ്റംബർ 5-നാണ് അധ്യാപക ദിനം. ഇന്ത്യയുടെ ആദ്യ ഉപരാഷ്ട്രപതിയും രണ്ടാമത്തെ രാഷ്ട്രപതിയുമായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നമ്മൾ അധ്യാപക ദിനമായി ആചരിക്കുന്നത്. സൈദ്ധാന്തികവും ദൈവശാസ്ത്രപരവും ധാർമ്മികവും പ്രബോധനപരവും സാമുദായികവും പ്രബുദ്ധവുമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1962 മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു തുടങ്ങുന്നത്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിക്കുന്ന വേളയിലാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം ഒരു പ്രത്യേക ദിവസമായി ആഘോഷിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികൾ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ സമീപിച്ചത്. ഇതോടെയാണ് വിദ്യാർത്ഥികൾക്കായി എക്കാലവും ത്യാഗങ്ങൾ സഹിക്കുന്ന അധ്യാപകരെ ഓർക്കുന്ന ദിനമായി അത് ആഘോഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്നു എന്നതിലുപരി മികച്ച ഒരു അധ്യാപകൻ കൂടിയായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 1888 സെപ്റ്റംബർ 5-ന് ഒരു സാധാരണ തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ജീവിതം ഓരോ വിദ്യാർത്ഥിക്കും മുന്നേറാനുള്ള ഊർജം നൽകുന്നതാണ്. ഫിലോസഫിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം 1917 ദ ഫിലോസഫി ഓഫ് രവീന്ദ്രനാഥ് ടാഗോർ എന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. 1931 മുതൽ 1936 വരെ ആന്ധ്ര സർവകലാശാലയുടെയും 1939 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെയും വൈസ് ചാൻസലറായി. തന്റെ ജീവിതത്തിലുടനീളം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയും അതിലേറെ പ്രിയപ്പെട്ട ഒരു അധ്യാപകനുമായിരുന്നു. ഭാരതരത്ന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.